സൗദിയിൽ ഉംറ സംഘം സഞ്ചരിച്ച ബസ് കത്തി 42 മരണം എന്നാണ് വിവരം. അപകടത്തിൽപ്പെട്ടത് ഹൈദരാബാദ് സ്വദേശികളാണ്. ടാങ്കറുമായി കൂട്ടിയിടിച്ചതിന് പിന്നാലെയാണ് ഈ ബസ്സിന് തീപിടിച്ചത്. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുരേഷ്, വലിയൊരു ദുരന്തമാണ്. 42 മരണം സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഹൈദരാബാദ് സ്വദേശികളാണോ എല്ലാവരും? എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? എന്താണ് ഇപ്പോൾ അറിയുന്നത്? പൂജ, അത്യന്തം ദുഃഖകരമായിട്ടുള്ള സംഭവത്തെ കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പൂജ പറഞ്ഞതുപോലെ തന്നെ 42 മരണമാണ് ഇതുവരെ നമുക്ക് ലഭിക്കുന്ന വിവരം. ഹൈദരാബാദ് സ്വദേശികൾ തന്നെയാണ് ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും. 43 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. അതിൽ 42 പേർ മരിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ട് വരുന്നത്. ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 കൂടിയിട്ടായിരുന്നു ദുരന്തം. മറ്റു കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായി തുടങ്ങിയിട്ടില്ല. 1:30 എന്ന് പറയുമ്പോൾ 2.5 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട് സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിൽ. ഇന്ത്യൻ സമയം പുലർച്ചയ്ക്ക് 1:30ക്കാണ് ദുരന്തം ഉണ്ടായിട്ടുള്ളത്. ഈ അപകടം നടന്നിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് മദീനയ്ക്കും ബദർ എന്ന് പറയുന്ന സ്ഥലത്തിനും ഇടയിലുള്ള മുഫറഫാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു. നല്ല ഏറ്റവും വിശാലമായിട്ടുള്ള റോഡ്, അതിവേഗത്തിൽ വാഹനങ്ങൾ പോകുന്ന സ്ഥലമാണ് ഇവിടെ. ഇവിടെ വെച്ചാണ് ടാങ്കറുമായിട്ട് ഈ യാത്രാ ബസ്, ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് കൂട്ടിയിടിക്കുകയും ഉടൻ തന്നെ ബസ്സിന് തീ പിടിക്കുകയും ചെയ്തു. ഈ തീ പിടിച്ചതാണ് ദുരന്തം ഇത്രയ്ക്ക് ആഘാതം കൂട്ടാൻ കാരണം. മാത്രമല്ല, ഈ ഉംറ തീർത്ഥാടകരൊക്കെ തന്നെ ഉംറ കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അപ്പോൾ ബസ്സിൽ പലരും, കൂടുതൽ പേര് ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ദുരന്തത്തിന്റെ ആഘാതം കൂടാൻ കാരണമായിട്ടുള്ളതും. ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വിവരം, മരിച്ചിട്ടുള്ള ആകെ ഈ 42 ആളുകളിൽ 20 സ്ത്രീകളുണ്ട് എന്നുള്ളതാണ്. 11 പേർ കുട്ടികളാണ്. അങ്ങനെ സ്ത്രീകളും കുട്ടികളും അടക്കം 31 പേർ തന്നെ ആ ബസ്സിലുണ്ട് എന്നുള്ളതാണ് വിവരം ലഭിക്കുന്നത്. ഏതായാലും അത്യന്തം ദുരന്തകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഏറ്റവും അധികം മരണം സംഭവിച്ചിട്ടുള്ളത്. പരിക്കേറ്റവരുടെയൊക്കെ നില ഗുരുതരമാണോ സുരേഷ്? അവരെ കുറിച്ചൊക്കെ എന്തെങ്കിലും വിവരങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? ഇപ്പോ എവിടേക്കാണ് മാറ്റിയത് ഇവരെ ഓരോരുത്തരെയും? പൂജ, നമുക്ക് അറിയുന്ന വിവരം ഒരൊറ്റ ഒരാൾ മാത്രമാണ് പരിക്കുകളോടുകൂടി രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. 43 പേർ ബസ്സിലുണ്ടായിരുന്നു. 42 പേരും മരിച്ചു എന്നുള്ളതാണ് വിവരം ലഭിക്കുന്നത്. അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ, അല്ലെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ തന്നെ 42 തന്നെയാണോ മരണം, ഈ പരിക്കേറ്റ ആളുടെ എത്രത്തോളം ഗുരുതരമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളും വിവരങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. സൗദി അറേബ്യയിൽ ഇപ്പോൾ സമയം ഏതാണ്ടൊരു പുലർച്ചെ 5:45 ആകുന്നതേ ഉള്ളൂ. അവിടെയുള്ള ആളുകളൊക്കെ ഉണർന്നു വരുന്നു. വിവരങ്ങളൊക്കെ ലഭിക്കാൻ അതിൻ്റെതായിട്ടുള്ളൊരു സമയം കൂടി എടുക്കുന്നുണ്ട്. ഏതായാലും തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ നിന്നുമാണ് നമുക്ക് ഈ വിവരങ്ങളൊക്കെ ലഭിക്കുന്നത്. മരിച്ചിട്ടുള്ള ആളുകളെ പലരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം തീ പിടിച്ച് ആണ് മരിച്ചിട്ടുള്ളത്. കൂടുതൽ മൃതദേഹങ്ങളും ഒക്കെ കത്തിക്കരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട്. ഇവര് തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനിടെയായിരുന്നു അപകടം. പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 കൂടിയിട്ട് അപകടമുണ്ടായി. കൂടുതൽ പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ബസ്സിൽ 43 പേരുണ്ടായിരുന്നു. അതിൽ 42 പേരും മരിച്ചു എന്നുള്ളതാണ്. ഉംറ സംഘമാണ്. അവർ സഞ്ചരിച്ച ബസ് ഈ ടാങ്കറുമായിട്ട് കൂട്ടിയിടിച്ചാണ് ഈ വലിയൊരു ദുരന്തമുണ്ടായത്. ഒരാൾ മാത്രമാണ് പരിക്കേറ്റിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് എന്നാണ് വിവരം. പക്ഷെ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്, ഈ പരിക്കേറ്റ ആളുടെ ആരോഗ്യനില എങ്ങനെയാണ് തുടങ്ങിയ വിവരങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും വലിയൊരു ദുരന്തം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം തീർച്ചയാണ്. സുരേഷ് വെള്ളിമുറ്റമാണ് നമ്മളിത് വിവരങ്ങൾ പങ്കുവച്ചത്.